ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീനയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിക്കുകയാണ് ഹരിയും രോഹിതും ബബിതയും. കൃഷ്ണജ വീട്ടിലുണ്ടെങ്കിൽ അതത്ര എളുപ്പമാകില്ലെന്നറിയാവുന്ന അവർ കൃഷ്ണജയെ അമ്മയെ കാണാനാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഹരി രോഹിതിനോട് പറയുകയാണ്. കൃഷ്ണയുടെ അരികിലേക്ക് വന്ന രോഹിത് അച്ഛൻ വിളിച്ചിരുന്നു, ഇപ്പൊ ചെല്ലുവാണെങ്കിൽ നമുക്ക് അമ്മയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ കൃഷ്ണ ചോദിക്കുന്നു, അമ്മ ഐസിയുലാണെന്നല്ലേ പറഞ്ഞത്, അവിടെ നമുക്ക് ചെല്ലാൻ പറ്റുമോ, അതോ റൂമിലേക്ക് മാറ്റിയോ? രോഹി പറയുന്നു, വിസിറ്റേഴ്സിനെ അലോ ചെയ്ത് കാണും, അതായിരിക്കും അച്ഛൻ ചെല്ലാൻ പറഞ്ഞത്, ഞാൻ പോയി ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ അകത്തേക്ക് പോകുമ്പോൾ അലീനയുടെ അരികിലേക്ക് വന്ന രോഹി പറയുന്നു, നീ തീർന്നു കേട്ടോടി നിന്റെ കളി. ഇത് കേട്ട് സംശയത്തോടുകൂടി രോഹി ഒന്ന് നോക്കിയിട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അലീന. രോഹി കൃഷ്ണയെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം അലീനയെ വീട്ടിൽ നിന്നും പുറത്താക്കാനായി ശ്രമിക്കുകയാണ് ഹരിയും ബബിതയും. റൂമിലേക്ക് വന്ന ഹരിയും ബബിതയും അലീനയുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി താഴേക്കിടുകയാണ്. ബാഗ് എടുത്തിട്ട് ഹരി പറയുന്നു, നീ ഒരു ചാക്ക് എടുത്തോണ്ട് വാ. അവൾ ദേഷ്യത്തോടുകൂടി മുന്നിലേക്ക് വന്ന അലീന പറയുന്നു, ചാക്ക് എനിക്ക് ആവശ്യം വരത്തില്ല, നിന്നെ കൊണ്ടുപോകാൻ ചിലപ്പോ വേണ്ടി വന്നേക്കും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അരികിലേക്ക് വരികയാണ് കമല. ഹരി അവിടെ വന്ന് എഴുന്നേറ്റ് അലീനയുടെ കരണ തടിക്കുകയാണ്. വീഴാനായി തുടങ്ങിയ അലീന ജനലിന്റെ അരികിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി എടുത്ത് ജനലിലേക്ക് അടിച്ചു പൊട്ടിച്ച് ആ കുപ്പിമുറിയുമായി ഹരിയുടെ നേരെ വരികയാണ്. ഇത് കണ്ട് ഞെട്ടി ഭയത്തോടുകൂടി നിൽക്കുകയാണ് കമലയും ബബിതയും. ഹരി ഭയത്തോടുകൂടി അലീനയെ നോക്കുന്നു. തുടർന്ന് അലീനയുടെ കയ്യിലിരിക്കുന്ന കുപ്പിമുറി തട്ടിത്തെറിപ്പിച്ച് കമലയും ഹരിയും വളരെ ദേഷ്യത്തോടുകൂടി അലീനയെ പിടിച്ചു വലിച്ച് പുറത്താക്കുകയാണ്. ബാഗും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നു. അലീന തന്റെ സാധനങ്ങളും എടുത്ത് വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ഹോസ്പിറ്റലിലേക്ക് വരികയാണ് രോഹിതും കൃഷ്ണജയും. കൃഷ്ണയുടെ വാക്കുകളിൽ നിന്നും എന്തോ പ്രശ്നമുണ്ടെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നു. സംശയത്തോടുകൂടി ബാലചന്ദ്രൻ പറയുന്നു, ഇതൊരുമാതിരി വല്ലാത്ത ചുറ്റിക്കളിയാണല്ലോ. കൃഷ്ണയും സംശയത്തോടുകൂടി നിൽക്കുകയാണ്. രോഹിത് ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ഐസിയുനകത്തേക്ക് കയറി വൈജയന്തിയെ കാണുകയാണ് കൃഷ്ണ. അമ്മയുടെ അവസ്ഥ കണ്ട് വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന മനു അലീനെ കാണാത്തത് കൊണ്ട് കമലയും ശിവനെയും ചോദ്യം ചെയ്യുകയാണ്. അലീന എവിടെയെന്ന് മനു ചോദിക്കുമ്പോൾ കമല പറയുന്നു, അവളെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ചു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മനു ചോദിക്കുന്നു, പറഞ്ഞയച്ചെന്നോ, എങ്ങോട്ട്? ശിവൻ പറയുന്നു, അലീനെ ഇനി ഈ വീട്ടിൽ ആവശ്യമില്ല. ഇത് കേട്ട് മനു കമലയും ശിവനെയും കുറ്റപ്പെടുത്തി അലീനെ അന്വേഷിച്ചിറങ്ങുകയാണ്. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അലീന ബാലചന്ദ്രനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അലീന ആ വഴിക്കങ്ങ് പോകുമെന്നാണ് ഹരിയും കമലയും ബബിതയും എല്ലാം വിചാരിച്ചത്. അലീന നടന്ന കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനോട് തുറന്നു പറയുകയാണ്. ഞാൻ പോട്ടെ എന്ന് അലീന ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, പോയാൽ എന്നെയും എന്റെ വീട്ടുകാരെയും മറന്നേക്കണം, തിരിച്ചു വരരുത്. ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ട് പൊട്ടിക്കരയുകയാണ് അലീന. ബാലചന്ദ്രനെയും ആ വീടിനെയും വിട്ടുപോകാൻ അലീനയ്ക്ക് കഴിയില്ല. ബാലചന്ദ്രന്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോകുകയാണ് അലീന. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.